ഇടുക്കി ഇരട്ടയാർ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനം രാജ്യാന്തര തലത്തിൽ ഇടം പിടിച്ചതിന്റെ സന്തോഷത്തിൽ നാട്ടുകാർ. ബജറ്റിന് മുന്നോടിയായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ ഉൾപ്പെട്ടതോടെയാണ് ഇരട്ടയാറിലെ മാലിന്യ സംസ്കരണം ദേശീയതലത്തിൽ ചർച്ചയാകുന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുമാണ് ഇരട്ടയാറിലെ മാലിന്യ സംസ്കരണ പദ്ധതി നടപ്പാക്കുന്നത്. സമീപനം, സഹകരണം, നവീകരണം, ശാക്തീകരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മാതൃകയാണെന്ന് പാർലമെന്റിൽ സാമ്പത്തിക സർവേ അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇത് വലിയ അംഗീകാരമായാണ് പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും കാണുന്നത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് ദേശീയ തലത്തിൽ ഇടം പിടിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിന് മുന്നോടിയായി നടത്തിയ എക്കണോമിക് സർവേ റിപ്പോർട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും ബഹുമാനനായ നമ്മുടെ നിർമ്മല സീതാറാം കേന്ദ്രമന്ത്രി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിനെ പരാമർശിക്കുകയുണ്ടായി. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാന നിമിഷമാണ്. ഇരട്ടയാറിലെ 4600-ലധികം വീടുകളിലും 500 സ്ഥാപനങ്ങളിലും മാലിന്യ ശേഖരണത്തിനായി ഹരിതകർമ്മസേന വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാണ്. ഇതിലൂടെ നിരവധി സ്ത്രീകൾക്ക് തൊഴിലും മികച്ച വരുമാനവും ഉറപ്പാക്കുന്നു. ഭരണസമിതി അംഗങ്ങളും ഹരിതകർമ്മസേനാംഗങ്ങളും ഉൾപ്പെടെ എല്ലാവരും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് പഞ്ചായത്തിന് ലഭിച്ച അംഗീകാരമെന്ന് ഇവർ പറയുന്നു. ഈ പ്രവർത്തനത്തിനും ഈ അംഗീകാരത്തിനും പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി ആളുകളുണ്ട്. ഹരിതകർമ്മസേന അംഗങ്ങൾ, അതുപോലെ തന്നെ മുൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജിൻസൺ വർക്കി, അതുപോലെ ജിഷ ഷാജി, വൈസ് പ്രസിഡന്റുമാരായ MC ജോണി, അതുപോലെ തന്നെ സിനി ടീച്ചർ, ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റ് രജനി സജി അടക്കമുള്ള ആളുകളും 14 ഭരണസമിതി അംഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത്. അതുപോലെ തന്നെ കോർഡിനേറ്റർ എബി അടക്കമുള്ളവർ. മാത്രമല്ല, ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് മറ്റൊരു പഞ്ചായത്തിലും ഇല്ലാത്ത രീതിയിൽ അവർക്ക് സ്വന്തമായ ഒരു വരുമാനം 10,000 മുതൽ 25,000 രൂപ വരെ വരുമാനം നേടുന്ന രീതിയിൽ അവർക്ക് സ്വന്തമായൊരു തൊഴിലവസരം ഈ രീതിയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ പ്രസംഗത്തിൽ തങ്ങളുടെ നാടും ഉൾപ്പെട്ടതിലുള്ള സന്തോഷത്തിലാണ് ഇരട്ടയാർ പഞ്ചായത്തിലുള്ളവർ. രാജ്യാന്തര അംഗീകാരം ലഭിച്ച മാതൃകാ പ്രവർത്തനം വരും നാളുകളിലും തുടരാനുള്ള തീരുമാനത്തിലാണിവർ. ക്യാമറമാൻ റൈസൻ DS രതീഷ് കൃഷ്ണ, ദൂരദർശൻ ന്യൂസ്, ഇടുക്കി.